കേരളത്തിലെ കോൺഗ്രസുകാർക്കറിയാം വീണ്ടും പിണറായി സർക്കാർ തന്നെയാണ് കേരളം ഭരിക്കുകയെന്ന്. എല്ലാ നേതാക്കൾക്കിടയിലും ഇത് തന്നെയാണ് ചർച്ച. എന്നാൽ നമ്മുടെ പാലോട് രവി അതങ്ങ് തുറന്നു പറഞ്ഞു. ഫോണിലൂടെ പറഞ്ഞത് കേട്ട ജലീൽ മിണ്ടാതിരിക്കണ്ടേ, നാട്ടിലങ്ങ് പാട്ടാക്കി. വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജലീലിനോട് രഹസ്യമായി പാലോട് രവി പറഞ്ഞ കാര്യം പുറത്താക്കി. അനന്തരഫലം വന്നു. ഗത്യന്തരമില്ലാതെ DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടിയും വന്നു. പകരം താൽക്കാലിക ചുമതല N ശക്തന് ലഭിച്ചു. LDF അധികാരത്തിലെത്തുമെന്ന് തിരുവനന്തപുരം DCC പ്രസിഡന്റ് തന്നെ പ്രവചിച്ചു കഴിഞ്ഞു. പാലോട് രവിയെ കുരുക്കിയ ഡയലോഗ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പഞ്ചായത്ത് ഇലക്ഷൻ മൂന്നാമത് പോകും, നിയമസഭയിൽ ഉച്ചകുത്തി താഴെ നീ നോക്കിക്കോ. 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്ത് ഉച്ചകുത്തി. തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോടുകൂടി ഈ പാർട്ടിയുടെ ഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ അത് നശിക്കുന്നു. 60 അസംബ്ലി മണ്ഡലങ്ങളിൽ BJP എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് നോക്കിക്കോ. അവർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചതുപോലെ കാശ് കൊടുത്ത് 40,000 മുതൽ 50,000 വോട്ട് വരെ പിടിക്കും. കോൺഗ്രസ് 3ാം സ്ഥാനത്തെത്തും, ഉച്ചകുത്തി വീഴും. എങ്ങനെയുണ്ട്? BJP കാശ് കൊടുത്ത് വോട്ട് പിടിക്കുന്നതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ്. BJPക്ക് ലഭിക്കുന്ന പുതിയ വോട്ടുകളെല്ലാം കോൺഗ്രസിൽ നിന്ന് തന്നെയായിരിക്കുമെന്നും വ്യക്തം. കേഡർ സ്വഭാവമുള്ള CPMൽ നിന്ന് വോട്ട് ചോരാനുള്ള ഒരു സാധ്യതയുമില്ല. അച്ചടക്കമുള്ള പാർട്ടി സംവിധാനം CPMൽ ഉണ്ടെന്നുള്ളതാണ് അവരുടെ പ്രവർത്തന മികവ്. പിണറായിയെ പോലെ അടിത്തറയിട്ട് പ്രവർത്തിക്കുന്ന ശക്തനായ നേതാവിനെ പെട്ടെന്ന് തോൽപ്പിക്കാനാവില്ലെന്ന് ഓരോ കോൺഗ്രസുകാരനും നന്നായി അറിയാം. 100 സീറ്റ് നേടി UDF അധികാരത്തിലെത്തുന്നത് നാഴികയ്ക്ക് 40 വട്ടം നേതാക്കന്മാർ ആവർത്തിച്ച് പറയുമ്പോഴാണ് ആസ്ഥാനത്തുള്ള പാലോട് രവിയുടെ ഇരുട്ടടി. മുഖ്യമന്ത്രി കുപ്പായം തുന്നാൻ കൊടുത്തവർക്ക് നിരാശ സമ്മാനിക്കുന്നതാണ് ഈ സംഭാഷണം. രഹസ്യം ചോർത്തിയ ജലീലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി മാതൃക കാണിക്കാൻ മറന്നില്ല കോൺഗ്രസ്. KPCC പ്രസിഡന്റ് കസേരയിൽ ഇരിപ്പുറയ്ക്കും മുമ്പ് തന്നെ സണ്ണി ജോസഫിന് തലവേദനയായി മാറുന്നു ഇത്തരം നേതാക്കൾ.